അർജന്റീന വേൾഡ് കപ്പിൽ ജയിക്കുന്നത് മന്ത്രവാദം ചെയ്തിട്ടാണോ? അങ്ങനെയാണെന്നാണ് ചിലർ പറയുന്നത്. അർജന്റീന ഓരോ കളിക്കും മുൻപ് കയ്യിലും ശരീരത്തിലുമൊക്കെ മന്ത്രവാദം ചെയ്ത് പൂജിച്ച വെള്ളം ഒഴിക്കുന്നു. അതുകൊണ്ട് അവർ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും കളിയുടെ അവസാനം വിജയിക്കുന്നു. ഈ ലോകകപ്പ് അവർ നേടും എന്നാണ് ചിലരുടെ കണ്ടുപിടുത്തം. ഈ വാക്കുകളും ശ്രദ്ധിക്കൂ. ഈ വേൾഡ് കപ്പിൽ ഇനി അർജന്റീന എത്ര ഫോമിലല്ലെങ്കിലും അർജന്റീനയെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ കളി തന്നെ കേബോ വെർദക്കെതിരെയുള്ള കഴിഞ്ഞ കളി തന്നെ 1-1 സമനിലയിൽ നിൽക്കുമ്പോൾ അടുത്ത ഗോൾ അടിക്കാൻ കഴിയാതെ വന്നപ്പോൾ മന്ത്രിച്ചൂതിയ വെള്ളം ലിസാൻഡോ മാർട്ടിനെസ് ആദ്യം മേത്ത് തേക്കുന്നു, പോകുന്നു, ഗോൾ അടിക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും സമനില വന്നപ്പോൾ ക്രിസ്ത്യൻ റൊമേരോ വരുന്നു, മന്ത്രിച്ചൂതിയ വെള്ളം വീണ്ടും തേക്കുന്നു, പോകുന്നു, ഗോൾ അടിക്കുന്നു. അത് ഓൺ ഗോൾ ആയിട്ടാണ് കൂട്ടിയതെങ്കിലും ക്രിസ്ത്യൻ റൊമേരോയുടെ ഹെഡിൽ തട്ടിയിട്ടാണ് അത് പോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ മന്ത്രവാദം നടക്കുന്നത് ഗാനയിലോ കേബോ വെർദയിലോ ഐവറി കോസ്റ്റിലോ അല്ല, അർജന്റീനയിലാണ്. അവരെ കയ്യിൽ ഈ മന്ത്രിച്ചൂതിയ വെള്ളം ഉള്ളിടത്തോളം കാലം ഈ വേൾഡ് കപ്പിൽ ഒരു ടീമിനും എത്ര ഫോമിലല്ലെങ്കിലും അർജന്റീനയെ തോൽപ്പിക്കാൻ കഴിയില്ല. സ്വന്തം കളിക്കാർക്ക് വേണ്ടി മറ്റു ചില രാജ്യങ്ങളിൽ നടത്തുന്നു എന്ന് മാധ്യമങ്ങളിലൂടെ കൊട്ടിഘോഷിക്കപ്പെട്ട മന്ത്രവാദം അത് അവിടെയല്ല യഥാർത്ഥത്തിൽ നടക്കുന്നത്, അർജന്റീനയിലാണ് എന്നാണ് ഇദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം. അദ്ദേഹം അത് മന്ത്രജലമല്ല, വിശുദ്ധ ജലമാണ്, അതൊരു വൈദികൻ വെഞ്ചരിച്ച ജലം മാത്രമാണ് എന്നെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. അതിന്റെ ഉപയോഗം വിശ്വാസത്തിന്റെ ഭാഗം മാത്രമാണ്. ഫുട്ബോൾ താരങ്ങൾ, പ്രത്യേകിച്ച് അർജന്റീന ഉൾപ്പെടെയുള്ള ലാറ്റിൻ അമേരിക്കൻ കളിക്കാർ മത്സരത്തിന് ഇറങ്ങുന്നതിന് മുൻപ് കുരിശു വരയ്ക്കുന്നതും വെഞ്ചരിച്ച വെള്ളം ഉപയോഗിക്കുന്നതും വലിയൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇതിന്റെ പിന്നിലെ ആത്മീയവും മനഃശാസ്ത്രപരവുമായ നിരവധി കാരണങ്ങളുണ്ട്. കളിക്കാർ ഇത് ചെയ്യുന്നതിന് പ്രധാന കാരണം ദൈവിക സംരക്ഷണം ഉറപ്പാക്കുക എന്നതാണ്. ഫുട്ബോളിൽ പരിക്കുകൾ സാധാരണമാണ്. കരിയർ തന്നെ തകർക്കാൻ ശേഷിയുള്ള പരിക്കുകളിൽ നിന്നും ദൈവത്തിന്റെ കാവൽ ലഭിക്കാനാണ് അവർ വെഞ്ചരിച്ച വെള്ളം തൊടുന്നതും കുരിശു വരയ്ക്കുന്നതും. കോടിക്കണക്കിന് ആളുകൾ കാണുന്ന വലിയ മത്സരങ്ങളിൽ കളിക്കാർക്ക് വലിയ സമ്മർദ്ദമുണ്ടാകും. കുരിശു വരയ്ക്കുന്നതിലൂടെയും പ്രാർത്ഥിക്കുന്നതിലൂടെയും അവർക്ക് വലിയ മാനസിക ആശ്വാസവും ഭയമില്ലായ്മയും ലഭിക്കുന്നു. തങ്ങൾക്ക് ലഭിച്ച കായികക്ഷമതയ്ക്കും വലിയ വേദികളിൽ കളിക്കാൻ കിട്ടിയ അവസരത്തിനും ദൈവത്തോട് നന്ദി പറയുന്ന ഒരു രീതി കൂടിയാണിത്. തങ്ങളുടെ കഠിനാധ്വാനത്തിനോടൊപ്പം ദൈവാനുഗ്രഹം കൂടി ഉണ്ടായാൽ മാത്രമേ വിജയിക്കാൻ കഴിയൂ എന്ന് പൂർണ്ണമായ വിശ്വാസം കൊണ്ടാണിത്. ലാറ്റിൻ അമേരിക്കൻ കത്തോലിക്ക വിശ്വാസികൾ തീവ്രമായ കത്തോലിക്ക വിശ്വാസം പുലർത്തുന്നവരാണ്. അർജന്റീന, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിൽ ഭൂരിഭാഗവും ആളുകളും കത്തോലിക്ക വിശ്വാസികളുമാണ്. കുട്ടിക്കാലം മുതൽക്കേ മാതാപിതാക്കളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ലഭിക്കുന്ന ആത്മീയ ശീലങ്ങളാണ് കുരിശു വരയ്ക്കുന്നതും വെഞ്ചരിച്ച വെള്ളം ശരീരത്തിൽ തൊടുന്നതും. പല കളിക്കാരുടെയും അമ്മമാരോ ഭാര്യമാരോ അവർക്ക് മത്സരത്തിന് പോകുമ്പോൾ ചെറിയ കുപ്പികളിൽ വെഞ്ചരിച്ച വെള്ളം കൊടുത്തു വിടാറുണ്ട്. അത് കളിക്കളത്തിന് ഇറങ്ങുന്നതിന് മുൻപ് ജേഴ്സിക്കുള്ളിലോ ബൂട്ടിലോ ഒക്കെ തേക്കുന്ന കളിക്കാരെയും കാണാറുണ്ട്. ക്രൈസ്തവ വിശ്വാസപ്രകാരം വെഞ്ചരിച്ച വെള്ളം എന്നത് വെറുമൊരു പ്രതീകമല്ല, മറിച്ച് ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ്. എല്ലാറ്റിനുമുപരി കളിക്കളത്തെ ഒരു യുദ്ധഭൂമിയായി കാണാതെ തങ്ങളുടെ കഴിവിനെ ദൈവ മഹത്വത്തിനായി സമർപ്പിക്കുന്നു എന്നൊരു വലിയ അർത്ഥം കൂടി ഈ പ്രവൃത്തിക്ക് പിന്നിലുണ്ട്. അർജന്റീനിയൻ താരങ്ങളായ ലയണൽ മെസ്സി, ഏഞ്ചൽ ഡി മരിയ തുടങ്ങിയ പ്രമുഖ കളിക്കാരെല്ലാം കരിയറിലെ വലിയ വിജയങ്ങൾക്ക് ശേഷം പരസ്യമായി ദൈവത്തിന് നന്ദി പറയുന്നവരാണ്. ഇനി ഈജിപ്തിനെതിരെ കഴിഞ്ഞ ദിവസം 2-3 ഗോളുകൾക്ക് അർജന്റീന ജയിച്ചതിനെ പറ്റി ഇവരൊക്കെ എന്തു പറയുമോ ആവോ. അതും മന്ത്രവാദത്തിന്റെ ഏത് ഗണത്തിൽപ്പെടുത്തും എന്നിനി കണ്ടറിയാം.